എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പ്രസാദ്. പൊതുവേ എൻ്റെ സ്ഥാനം സ്റ്റേജിന് പുറത്താണ്. മുമ്പൊക്കെ വന്നവര് ചിലരെന്നെ ഒരു ചെണ്ടയൊക്കെ ആയിട്ട് ഇവിടെ കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് അറിയില്ല, ഇപ്രാവശ്യത്തെ പ്രോഗ്രാം കമ്മിറ്റിക്കാർ പറഞ്ഞു പൊട്ടിപ്പോരെന്ന് പറഞ്ഞു. പ്രകടനം ഗംഭീരമായതുകൊണ്ടായിരിക്കും. എനിവേ, അതുകൊണ്ട് എന്തായി, എല്ലാവരെയും സ്വാഗതം ചെയ്യാനും നമ്മുടെ ഈ ഗ്രൂപ്പ് സനാതന ധർമ്മ UK ഓർ ST UK എന്ന ഗ്രൂപ്പിനെ പറ്റി 2 വാക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടി. നമ്മുടെ കുട്ടികൾ ഇവിടെ വളരുമ്പോൾ അവരിൽ നമ്മുടേതായ മൂല്യങ്ങൾ, തനതായ മൂല്യങ്ങൾ എങ്ങനെ വളർത്താം എന്നുള്ളത് എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സിലോടുന്ന ഒരു ചിന്തയാണല്ലോ, അല്ലേ? അങ്ങനെ കുറച്ച് വർഷം മുമ്പ് സമാന മനസ്കരായ 3 രക്ഷിതാക്കളുടെ ഡൈനിങ് ടേബിൾ ഡിസ്കഷനിലും ഇത് തന്നെയായിരുന്നു വിഷയം. സംതിങ് ലൈക്ക് ഇന്ത്യക്കാരാണെന്നതിൽ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ കുട്ടികളിൽ അഭിമാനം ഉണ്ടാക്കാൻ, അഭിമാനിക്കാൻ എന്ത് നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാം, അതുപോലെ നമ്മൾ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ആചാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആധ്യാത്മികമായി അവരുടെ ജീവിതത്തിൽ ഒരു നല്ല പാത കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം. ഇതൊക്കെയായിരുന്നു അന്നത്തെ ചിന്താ വിഷയം. ഇവിടെ നിന്നാണ് ഈ ഗ്രൂപ്പിൻ്റെ തുടക്കം. അന്നും ഇന്നും ഇതേ ആശയങ്ങളിലാണ് ഈ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഭാഷ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് മലയാളം പറഞ്ഞു കൊടുക്കാൻ, മലയാളം പഠിപ്പിക്കാൻ ഭാഷാ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ മാസാമാസങ്ങളിൽ മീറ്റ് ചെയ്ത് ആ സമയത്തെ വിശേഷപ്പെട്ട കാര്യങ്ങളെ പറ്റി അറിയാനും സംസാരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു. അതെന്തും ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻസ് ഡേ ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, മകരവിളക്ക് ആയിക്കോട്ടെ, ശിവരാത്രി ആയിക്കോട്ടെ, എന്തായാലും. പിന്നെ അവരുടേതായുള്ള കമ്മ്യൂണിറ്റി ബോണ്ടിങ്ങിനുള്ള കാര്യങ്ങളും പിന്നെ അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് മാത്രം നമ്മുടെ കുട്ടികൾ ദേശാഭിമാനികളാകുമെന്നൊന്നും കരുതുന്നില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെയൊക്കെ ഒരു വിത്ത് അവരിൽ മുളപ്പിക്കാൻ പറ്റിയ നമ്മുടെ ഒരു വിജയം തന്നെയായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ കുട്ടികളിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് മുതിർന്നവരിലും ആധ്യാത്മികതയിൽ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി വേദ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ചുരുക്കം ചിലരിലെങ്കിലും അത് അവരുടെ തിരക്കേറിയ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ ഒരു എളിയ ശിഷ്യ അന്ന് അമീബയിലെ ദിവ്യചൈതന്യത്തെ പറ്റി ചിന്തിച്ചത് പോലും ഞാൻ ഓർക്കുന്നു. വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് നമ്മുടേത്. സ്പെസിഫിക്കലി 7 വയസ്സ് പ്രായമായി ഇപ്പോഴും 13 ഫാമിലീസ്, ജസ്റ്റ് ഓവർ എ ഡസൻ ഫാമിലീസ്. ഈ ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ കമ്മ്യൂണിറ്റി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ലൈക്ക് മൈൻഡഡ് ഫാമിലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റീച്ച് ഔട്ട്. വി വുഡ് ലവ് ടു ടോക്ക് ടു യു, എസ്പെഷ്യലി ദോസ് ലിവിങ് ഇൻ ഹാർട്ട്ഫിഷെയർ ആൻഡ് നിയർ ബൈ ഏരിയാസ്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലെ അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇന്ന് നമ്മളിവിടെ നടത്തുന്ന പരിപാടികൾ മുഴുവൻ ഫുള്ളി ഇൻസോഴ്സ്ഡ് ആണ്. ഓഫ് കോഴ്സ് ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നില്ല, അത് കേട്ടിടണം. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഐഡിയേഷൻ, കൊറിയോഗ്രാഫി, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് എല്ലാം നമ്മുടെ ഇൻസോഴ്സ്ഡ് പരിപാടികളാണ്. നമ്മുടെ ഈ 13 മെമ്പേഴ്സിൻ്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്ന പരിപാടികൾ. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ വനിതാ മെമ്പേഴ്സിൻ്റെ ആത്മാർത്ഥമായ വർക്കുകളാണ്. ഇപ്പം ജഗതിയുടെ കോമഡികളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒന്നിലധികം സ്ത്രീകൾ ഒത്താലുള്ള പ്രോബ്ലംസൊക്കെ. എന്നാൽ അതൊക്കെ തെറ്റാണെന്ന് കാണിക്കുന്ന, വളരെ ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളാണ് നമ്മുടെ വനിതാ മെമ്പേഴ്സ്. പിന്നെ പരിപാടി കഴിഞ്ഞ ഒരു ചെറിയ അടി, അത് നമുക്ക് പതിവാണ്, ഓണത്തല്ല പോലെ. അപ്പോൾ നമുക്ക് നമ്മുടെ വനിതാ രത്നങ്ങളെ, മഹിളാ രത്നങ്ങളെ ഒന്ന് കാണാം. ലേഡീസ് പ്ലീസ്. ഇത് പ്രവീണ, എൻ്റെ സഹധർമ്മിണി കൂടിയാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിൽ കയറി എനിക്ക് മുട്ട് വറക്കും. പിന്നെ മുട്ട് വറക്കുന്ന ഭാര്യയുടെ മുമ്പിലാണ്. ഇതിപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ വാക്കുകളൊന്നും വരുന്നില്ല. അടുത്താളോ? ഇത് രശ്മി
നമ്മുടെ മലയാളം സ്കൂളിലെ അധ്യാപിക കൂടിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇത് another രശ്മി അനുജൻ. താങ്ക് യു. ഇത് ദിവ്യ. ഒരു മടിക്കാതെ കടന്നു വരും. ഇത് ആതിര. ശാരിക. ഇത് രോഷ്ണി എന്ന ചിന്തു എന്നതൊരു ഒരു മലയാളം അധ്യാപികയാണ്. ഇത് അഖില. ഇത് വിദ്യ. ഇത് ബിനി. ഇത് സിമി. ഇത് നദർ ദിവ്യ. താങ്ക് യു ലേഡീസ്. ഇങ്ങനെ രത്നക്കളൊക്കെ അണിനിരുന്നപ്പോ മലബാർ ഗോൾഡിൽ പോയി എന്ന് പറയാൻ തോന്നുന്നിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, സത്യം പറഞ്ഞ് ശീലിച്ചു പോയി. എനിവേ, അടുത്തത് ഇവരുടെ തിളക്കത്തിന് കാരണക്കാരായ പുരുഷ കേസരികളെ നമുക്ക് കാണാം. ജെൻസ് പ്ലീസ്. ജെൻസിനൊന്നും കാണുന്നില്ലല്ലോ, വേഗം വരൂ. ഇത് ബലിൻ, ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഡയറക്ടറാണ്. അതിന്റെ ടെൻഷനാണ് ഈ മുഖത്ത്, അല്ലെങ്കിൽ ഇതിലും ബെസ്റ്റ് ചിരിയാണ്. താങ്ക് യു ബലിൻ. ഇത് ദീപക്. എവിടെ കാണുന്ന ഓഡിയോ വീഡിയോ എല്ലാം ഇന്ന് കാണാൻ പോകുന്നതിലൊക്കെ ദീപകിന്റെ വിരലുകളുടെ മാജിക്കാണ്. ഇത് ഹരിഹരൻ എന്ന ഹരി, നമ്മുടെ വേദ ക്ലാസ്സിലെ അധ്യാപകൻ കൂടിയാണ്. താങ്ക് യു. ഇത് ശിവ, ഇവിടുത്തെ പാരിഷ് ഒരു കൗൺസിലർ കൂടിയാണ്. താങ്ക് യു. ഇത് അനുജൻ. ഇത് ഹരിദാസ്. ഇത് മനോജ്, കാണുന്ന പോലെയുള്ള ചെറുപ്പക്കാരനാണ്. ഇത് ആദർശ്. ഇത് ജയപ്രകാശ് എന്ന JP. ഇത് സൂരജ്. ഇത് കിഷോർ. ഇത് ബിബിൻ, ഫൗണ്ടിങ് മെമ്പർ കൂടിയാണ്. താങ്ക് യു ജെൻസ്. അതിഥി ദേവോ ഭവ എന്ന് മനസ്സാ വാച വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. അത് പ്രാവർത്തികമാകാനും അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മെമ്പേഴ്സിനെ സമീപിക്കുക. പിന്നെ ഫൈനലി വൺസ് അഗെയിൻ എല്ലാവർക്കും നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മൾ ഫോർമൽ പരിപാടിയിലേക്ക് പോവുകയാണ്. ആദ്യമായി ST കിഡ്സും 2 അമ്മമാരുടെ കൂടി ബിനിയുടെയും വിദ്യയുടെ കൂടെയുള്ള പ്രെയർ ആണ്. അതിനായി ഞാൻ സ്റ്റേജ് ഒഴിയുന്നു. താങ്ക് യു.